നമസ്കാരം. കുറേ കാലം കൊണ്ട് കുറേ വൈദ്യന്മാരെ പരിചയപ്പെടുവാനിടയായി. ആയുർവേദം വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാം ഇന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ ഈ രോഗം, ഈ വ്യാധി നിങ്ങൾക്കുണ്ടായത് അതിൻ്റെ കാരണം ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു ഒറ്റ വാക്കേ ഇന്നുള്ളൂ. എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നു എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം നിസ്സംശയം പറയും, ദിസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള ഒരു ആക്സെൻറ്റിൽ അദ്ദേഹം നമ്മളെടുത്ത് പറയും. നമ്മളതിനെ അംഗീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്ത് ലൈഫ് സ്റ്റൈലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം പെടും. ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റമാണല്ലോ, ഒരു കോംപ്രിഹെൻസീവ് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിലൂടെ നാം കടന്നു പോവുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് ഇതിനെ ലേബൽ ചെയ്ത് കഴിഞ്ഞു, നാം അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിലേക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ. നാം ഇന്ന് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ, ഇതാരുടെയും കുറ്റമല്ല, അറിഞ്ഞോ അറിയാതെയോ കുറേ അലുമിനിയം പാത്രങ്ങളാണ്. അലുമിനിയം പാത്രത്തിൽ നമ്മൾ ചോറും കറിയും വെക്കുന്നു. നമ്മളൊക്കെ ഹൈസ്കൂൾ, അതിനുശേഷം +1 +2 ഡിഗ്രിയൊക്കെ പഠിച്ച് കുറേ പേർ കെമിസ്ട്രിയും ബയോളജി ഫിസിക്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റലും ആസിഡും തമ്മിലുള്ള റിയാക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ടാർട്ടാറിക് ആസിഡാണ് പുളിയില്ലാതെ നമ്മൾ സാമ്പാറും രസമൊന്നും വെക്കില്ലല്ലോ. അതുപോലെ പലതരത്തിലും. അങ്ങനെ ഈ അലുമിനിയം പാത്രത്തിൽ നാം വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഈ പാചകങ്ങളെല്ലാം തന്നെ ശരീരത്തിന് ഹാനികരമാകുന്നു. ഇത് ദയവ് ചെയ്ത് ഏവരും ഗൂഗിൾ ചെയ്യുക. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ. താങ്ക്സ് ടു സയൻസ് ആൻഡ് ടെക്നോളജി. ഏവരും ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിയ ശേഷം ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ദയവ് ചെയ്ത് അലുമിനിയത്തെ ഉപേക്ഷിക്കുക. വീട്ടിൽ ഉണ്ടായാൽ പോലും അത് പ്രശ്നമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷേ നാം അതിൽ ചോറും കറിയും വെക്കില്ല. നാളെ നമ്മുടെ മക്കൾ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോറും കറിയും ഉണ്ടാക്കേണ്ടി വന്നു, കയ്യിൽ കിട്ടിയത് അലുമിനിയ പാത്രമാണെങ്കിൽ അയാൾ അതിൽ ഉണ്ടാക്കുകയും ചെയ്യും. ആയതിനാൽ അലുമിനിയ പാത്രം ദയവ് ചെയ്ത് അതിൽ ഭക്ഷണം പാകം ചെയ്യാതിരിക്കുക. അത്രയ്ക്ക് കെമിക്കൽ നാം അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുകയാണ്. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ടറി ഹാബിറ്റാണ്. രോഗശമനത്തിനായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനോടൊപ്പം അലുമിനിയ പാത്രത്തിൽ വെച്ച എല്ലാ ഭക്ഷണങ്ങളും ഡെയിലി കഴിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കിഡ്നിക്ക് രോഗം വരാനായിട്ട് ഇനി പറയേണ്ടതില്ല. അതോടൊപ്പം ഒരു മെറ്റലും കൂടിയുണ്ട്, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളത്. ഏവരും ഗൂഗിൾ ചെയ്ത് സമാധാനമായിട്ട് മനസ്സിലാക്കുക നോൺ സ്റ്റിക്കും അതിൻ്റെ എന്താണ് ദോഷഫലങ്ങൾ. ഇതെന്തുകൊണ്ട് ഈ ഒരു പങ്ക്തിയിൽ പറയുവാനിടയായി? സുഭാഷിതമാണ്. നല്ല കാര്യങ്ങൾ പറയുവാനായിട്ട്, ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. അതിൽ ഈ വൈദ്യശാസ്ത്രം, വൈദ്യന്മാരെല്ലാവരും തന്നെ പറയുകയാണ് അലുമിനിയം ഉപയോഗിക്കരുത്. പക്ഷേ ഇതിലൂടെ നാം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. എവിടെ നോക്കിയാലും അലുമിനിയം പാത്രമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി വീടുകളിലെല്ലാം തന്നെ ഈ അലുമിനിയം പാത്രം അപ്രത്യക്ഷമായാൽ തന്നെ ഇന്ന് മാസത്തിൽ 10 ദിവസമോ 15 ദിവസമോ നാം പുറത്താണ് ഭക്ഷണം കഴിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ അറിയില്ല. അതെങ്ങനെ നിയന്ത്രിക്കുവാൻ സാധിക്കും അറിയില്ല. കാരണം ചീപ്പസ്റ്റ് മെറ്റൽ അലുമിനിയമാണ്. ചീപ്പസ്റ്റ് മെറ്റൽ, അതായത് തുച്ഛമായ വിലയിൽ നമുക്ക് ലഭിക്കുന്നത് അലുമിനിയമാണ്. അപ്പോൾ ഏവരും അലുമിനിയം പാത്രം വാങ്ങിക്കുന്നു. ആരോ കഴിക്കുന്നു, എങ്ങനെയോ ജീവിച്ച് പോട്ടെ, ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത് എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കച്ചവട സിസ്റ്റം അങ്ങനെ നിലനിന്ന് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ അലുമിനിയം പാത്രം മാറ്റിയാലും അടുത്ത സാധ്യത വേറെയുണ്ട്, പുറത്തു നിന്ന് കഴിക്കാൻ. അതിപ്പോൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അതിലും പ്രശ്നമാണ്. അപ്പോൾ അതിനൊന്നും പൂർണ്ണമായിട്ട് ഉത്തരമില്ല. സാധിക്കുന്ന പക്ഷം, വീണ്ടും പറയുകയാണ്, ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്, സാധിക്കുന്ന പക്ഷം അലുമിനിയ പാത്രവും നോൺ സ്റ്റിക്കും വീടുകളിൽ നിന്ന് മാറ്റുക. പകരം എന്തുപയോഗിക്കണം എന്ന അടുത്ത ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാകും. നമുക്ക് ന്യൂട്രലായിട്ട് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം, കണ്ണാടി പാത്രങ്ങൾ ഉപയോഗിക്കാം, സാധിക്കുന്ന സാഹചര്യങ്ങളിൽ മൺകലം ഉപയോഗിക്കാം. അത് അവരവരുടെ സൗകര്യമനുസരിച്ച് അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ആഹാരം കഴിക്കുന്നു എന്ന് മനസ്സിലാക്കി വിഷം കഴിക്കാൻ സാധിക്കില്ലല്ലോ. ആയതിനാൽ
ഉചിതമായ രീതിയിൽ ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം നടക്കും എന്നതിൽ സംശയമില്ല. നമസ്കാരം.